സാബുമോൻ ജയിലിലുള്ളവരുടെ ജയിൽ ടാസ്കുമായിട്ട് പോവുകയാണ്. ജയിൽ ടാസ്ക് ഇത് നിങ്ങളുടെ ജയിൽ പണിഷ്മെൻറ്റ്. തീപ്പെട്ടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കുക, അതാണ് ടാസ്ക്. തന്നിരിക്കുന്ന തീപ്പെട്ടി കൊള്ളികൾ കൊണ്ട് ചുവരിൽ മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി ഒട്ടിക്കുക, അതാണ് ടാസ്ക്. ഒരാൾ 100 മനുഷ്യരൂപങ്ങൾ വീതം ഉണ്ടാക്കണം. അത് വായിച്ച് തീർന്ന് അവർ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പേ ആദിലയും നൂറയും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദിലയും നൂറയും കൂടെ നിന്ന് സംസാരിക്കുകയാണ്. നൂറ പറയുന്നത് സിമ്പിളാണ് അനുക്കുട്ടിക്ക് തന്നേക്കുന്നത്, ഇതൊക്കെ അനുക്കുട്ടിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ്. ഇല്ലേ അനു എന്ന് ചോദിക്കുമ്പോൾ അനു ഒന്നും ജസ്റ്റ് മൂളി. അനീഷേട്ടൻ അവിടെ കരയിപ്പിച്ചു ഇല്ലേ? അപ്പോൾ അനീഷ് പറയുന്നത് ഞാൻ അറിയാണ്ട് എന്തൊക്കെയോ ചോദിച്ച്. അനീഷേട്ടൻ അങ്ങനെ ചോദിക്കില്ല, എന്തിനാണ് അവളെ കരയിപ്പിക്കുന്നതെന്നൊക്കെ ഇവർ സംസാരിക്കുകയാണ്. അനു അതൊന്നും അത്ര മൈൻഡ് ചെയ്യുന്നില്ല. വിഷമിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കരുത്, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്നൊക്കെ ഇവർ സംസാരിക്കുകയാണ്. ഇനി അങ്ങനെ ചോദിക്കേണ്ട കേട്ടോ. അനീഷ് പറയുന്നത് പറ്റിപ്പോയി, ഇനി പറ്റിയെടുത്തോളം മതി എന്ന് പറയുന്നത്. ബിഗ് ബോസ് വിളിച്ച് പറയുന്ന ഒരു ടാസ്ക് ചെയ്യാനെന്ന്. അങ്ങനെ ഒരു ടാസ്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് അനിമോളോട് അനീഷ് ചോദിക്കുന്നത് ഫീലിംഗ് ഹാപ്പി എന്ന് ചോദിക്കുന്നത്. മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഹാപ്പി ആയില്ലേ, ഫീലിംഗ് ഹാപ്പി അല്ലേ എന്ന് അനീഷ് വീണ്ടും ചോദിക്കുക. അനിമോൾ അതേന്ന് പറയുന്നു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ബാക്കിയെന്ന് ചോദിക്കുന്ന അനിമോൾ ഇല്ലയെന്ന് പറയുന്നു. അനിമോൾ ഇത്ര സങ്കടപ്പെടാനുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് അനീഷ് പറയുന്നത്. ലൈഫിൽ ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചിരിക്കണം ചേട്ടാന്ന് അനിമോൾ. എപ്പോഴെങ്കിലും ഓർക്കാൻ, ലൈഫിൽ എന്ത് വന്നാലും നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും, ഏത് സാഹചര്യത്തിൽ കൂടെ വേണമെങ്കിലും. അപ്പം അനീഷ് പറയുന്നത്, അപ്പോൾ അനിമോൾക്കത് അറിയാമല്ലോ. അനിമോൾ പറഞ്ഞാൽ അറിയാം. അനീഷ് പറയുന്നത് പിന്നെ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നതെന്ന്. വിഷമം വരുമ്പോൾ അത് പറയാൻ ആരെങ്കിലും വേണ്ടേ, പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ആരെങ്കിലും കൂടെ വേണ്ടേ. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ സംസാരിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. വീട്ടിനകത്ത് കയറുമ്പോൾ നമ്മൾ അധികം അങ്ങനെ സംസാരിക്കാറില്ലല്ലോ. ശരിക്കും നമ്മൾ അറിയാത്ത ആളുകൾക്ക് അടുത്ത് നമ്മൾ വിഷമം പറയുന്നതാണ് ചേട്ടാ നല്ലത്. അറിയാത്തതെന്ന് പറഞ്ഞാൽ അധികം പരിചയമില്ലാത്ത ആൾക്കാരോട്. തിരിച്ചൊരാശ്വാസവാക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കേട്ടുകൊണ്ടിരിക്കാൻ ഒരാളുണ്ടല്ലോ. നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മൾ പറയുന്ന കേട്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ അത് വെച്ച് കുത്തുനോവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോഴേക്കും ആര്യനും അക്ബറും ഒക്കെ അങ്ങോട്ട് വരികയാണ്. എന്താണ് അനീഷേട്ടാ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നത്. എന്നിട്ട് അക്ബർ ചോദിക്കുന്നത് സിമ്പിൾ ടാസ്ക് ആണില്ലേ? സിമ്പിൾ ടാസ്ക്കാണ്. അപ്പോൾ ഇപ്പോൾ എപ്പോഴും സിമ്പിളാണ് ടാസ്ക് അല്ല ഇല്ലേ? അതെ, എപ്പോഴും സിമ്പിളാണ്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് വിളിച്ച് പറയുന്നത് എല്ലാവരും ആക്ടിവിറ്റി റൂമിലോട്ട് വരാനെന്ന്. സ്പോൺസർ ടാസ്ക് തുടങ്ങാൻ ടൈമായി. അപ്പം ഞാൻ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.